ദൈവത്തിന്റെ പാതപീഠത്തിൽ വീണ്ടും നമുക്കായി ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി ഈ കഴിഞ്ഞ സെഷനിലും ദൈവത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനേക വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. ആമേൻ, സ്തോത്രം. പ്രാർത്ഥിച്ച ആരും ക്ഷീണിച്ചു പോയിട്ടില്ല. കളക്ടറേറ്റിന് മുമ്പിലും നിയമസഭയ്ക്ക് മുമ്പിലും ഒക്കെ കിടക്കുന്നവർ എന്ത് ചെയ്യും? ക്ഷീണിച്ചു പോകും. ഒതുക്കത്തില് പണ്ടൊക്കെ ടോർച്ചിനകത്തൊക്കെ കേട്ടിട്ടുണ്ട്, ഏത്തക്കൊക്കെ കയറ്റി. സ്തോത്രം. എന്നാ കർത്താവിന് സന്നിയിരുന്നാലോ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. ചിറകടിച്ച് ഈ ദിവസങ്ങൾ നമ്മൾ ഉയരുന്ന മണിക്കൂറുകളാണ്, ശക്തി പുതുക്കപ്പെടുന്ന ദിവസങ്ങളാണ്. രക്തത്താൽ ജയം. ആത്മീകമായി നമ്മളൊന്ന് ഉയരുമ്പോഴാണ് സ്തോത്രം നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ എന്ത് ചെയ്യുന്നേ മാറുന്നത്. കഴുകനെ നോക്കിയാൽ പഠിച്ചാൽ ഏറ്റവും ഉയര പറക്കുന്ന ഒരു പക്ഷിയാണ് ഏത്? കഴുകൻ. കഴുകൻ. സ്തോത്രം. ഈ ഉപരിതലത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നതൊക്കെ അതിന്റെ വലുതായിട്ട് തോന്നും. പക്ഷെ പറന്നങ്ങോട്ട് കയറി കഴിയുമ്പോണ്ടല്ലോ പിന്നെ താഴേക്ക് നോക്കുമ്പോ ഈ വലുതെന്ന് ചിന്തിച്ചതിനെ ഒക്കെ ചെറുതായിട്ട് ആത്മീയമായി ഉയരുമ്പോഴാണ് ലോകത്തിലേതൊന്നും വലുതല്ലെന്ന് തിരിച്ചറിയുന്നത്. പ്ലെയിനിൽ അങ്ങോട്ട് കയറി പൊങ്ങി കുറച്ച് കഴിയുമ്പോ താഴോട്ട് നോക്കിയാൽ 10, 20, 100 നിലയുള്ള കെട്ടിടങ്ങളൊക്കെ പോലെ നിൽക്കുന്ന കാണാം. വീടുകളൊക്കെ സോപ്പൂട്ടി പോലെ. മുകളിലേക്ക് കയറുമ്പോഴാണ് ഈ ലോകത്തിലേത് ഒന്നുമില്ലെന്ന് തിരിച്ചറിയുന്നത്. കഴുകനെ കുറിച്ച് പഠിച്ചാൽ ചില പ്രത്യേകതകളുണ്ട്. മുൻപിൽ വരാൻ പോകുന്ന പ്രതിസന്ധികളെ തിരിച്ചറിയാനുള്ളൊരു പ്രത്യേക കഴിവതുണ്ട്. എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന വലിയ കാറ്റുകളെ, വിൻഡുകളെ നേരത്തെ കുട്ടി എന്ത് ചെയ്യും? ഇത് തിരിച്ചറിയും. കൂടാതെ മഴമേഘങ്ങളെ ഇവ എന്ത് ചെയ്യും? തിരിച്ചറിയും. ഇത് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? മഴമേഘങ്ങൾക്ക് മുകളിലേക്ക് ഇത് പകർന്നു കയറും. മഴമേഘങ്ങൾ ഒരു ലെവലിലേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് കയറിയാൽ യാത്ര ചെയ്യുമ്പോ ഒരു മേഘത്തിന്റെ ലെവലിൽ അപ്പുറത്ത് കയറി താപ്പോട്ട് നോക്കിയാൽ താഴെ ഇങ്ങനെ പഞ്ഞിക്കെട്ട് കിടക്കുന്ന പോലെ കിടക്കുക. മേഘം ഒരു ലെയർ അടിയിലുണ്ട്. നമുക്കൊന്ന് എടുത്തിയാന്ന് ചാടി അതേപോലെ നിൽക്കുമെന്നൊക്കെ ചില നമുക്ക് തോന്നാം. പ്രൈസലോ. അപ്പൊ അവിടെയാണ് ഈ മഴമേഘങ്ങൾ. ഇതിന്റെ മുകളിലോട്ടൊന്ന് കയറിയാലോ ശാന്തമാ അവിടെ, വിശാലത അവിടെ. ഈ നമ്മൾ ഈ കീഴെ നിൽക്കുന്നുണ്ടായി ഇടയ്ക്കിടയ്ക്ക് ഈ ചാറ്റലും മഴയും കോളും ഒക്കെ കാണുന്നേ. മുകളിലോട്ടൊന്ന് കേറിയാൽ എത്ര തെളിച്ചമുള്ള നല്ലൊരു അന്തരീക്ഷം കാണാനായിട്ട് കഴിയും. ആദ്യ ദിവസങ്ങളിൽ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ചടവേലൊക്കെ ദൈവാത്മാവ് പകർന്നുകൊണ്ടിരിക്കുകയാണ്. തമ്മിലുള്ള ദൈവ നിയോഗത്തിന്റെയും ശുശ്രൂഷയുടെയും തലങ്ങളൊക്കെ വെളിപ്പെടണം. ആമേൻ. സ്തോത്ര. കൃപാവരങ്ങൾ ഇതിനകത്ത് ജ്വലിക്കപ്പെടണം. ദിവസങ്ങളിൽ ചില സെക്ഷൻ അതിനുവേണ്ടി വചനം എടുക്കുന്നുണ്ട്. ആമേൻ. നമ്മുടെ നടുവിൽ ഒരു ആത്മമണ്ഡലം ശക്തിയോടെ എന്ത് ചെയ്യണം? കത്തുവാനിടയാകണം. എന്ത് നമ്മളെ കുറിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ഈ തലമുറയിൽ ചെയ്തെടുക്കുക, അത് ഈ തലമുറയിൽ വെളിപ്പെടുക. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൊണ്ട് വലിയ ചെയ്യിപ്പിക്കുവാനിടയാണ്. ദൈവകൃപ നമ്മുടെ മേൽ പകരപ്പെടുക, ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു പച്ച താടിയിൽ എടുത്ത്
അഭിഷേകം വെളിപ്പെട്ടവന്റെ കയ്യിൽ അതൊരു ആയുധം പോലെ ഉപയോഗിക്കപ്പെട്ടപ്പോ കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് പറഞ്ഞ് ശത്രു സംഹാരം നടത്തത്തക്ക നിലവാരത്തില് ഒരു പച്ചത്താടിയിൽ ഒരുവന്റെ കരത്തിൽ ഇണങ്ങിയ ആയുധമായി മാറിയെങ്കിൽ കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് ഇണങ്ങിയ ആയുധമായി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായ ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് നമ്മെ കൊണ്ട് വൻകാര്യങ്ങൾ ചെയ്യിപ്പിക്കാം. സർവശക്തനായി ഇന്ന് വൽക്കാലം നമ്മുടെ നടുവിലുള്ളവർ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനത്താലും പരിശുദ്ധി ആത്മാവിനാലും നാം ഒരുക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ആമേൻ ഒരാഴത്തിലേക്ക് ഇറങ്ങുവാൻ ലെവല് വിട്ട് ആത്മാവിനെ ഉൾക്കൊണ്ടെന്ന് വളരുന്ന ഇവിടെ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെടുന്ന തലത്തിലേക്ക് പുതിയൊരു ആത്മമണ്ഡലം പ്രാപിക്കാനുള്ള കൊതി ഇതുവരെ നമ്മൾ പറഞ്ഞു പരിചയിച്ചു വന്ന ആത്മാവിന്റെ മേഖലയിൽ നിന്ന് ദൈവാത്മാവ് എന്താഗ്രഹിക്കുന്നു ആ തലത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരുവാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധി ആത്മാവും വചനവും നമ്മെ ഒരുക്കിയെടുത്തോണ്ടിരിക്കുകയാണ്. ദിവസങ്ങളിലെ വചനത്താൽ നാം ഒരുക്കപ്പെടുമ്പോൾ ആത്മാവിനാൽ ഒരുക്കപ്പെടുമ്പോൾ ഈ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത് വലിയ മാറ്റത്തോടെയായിരിക്കും. ചലിക്കട്ടെ, ആത്മാവ് ചലിക്കട്ടെ. നദിയോട് സ്തുതിക്കുന്നു. ദൈവകൃപ വീണ്ടും ഞങ്ങളുടെ മേൽ പകരണം. ആത്മാവൃത്യമായി സംസാരിക്കണം. ഉയരെ പറക്കുന്ന ഒരളവിലേക്ക് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ചിറകുകളെ വിരിച്ച് ഉയരത്തിലേക്കൊന്ന് പകർന്ന് കയറുവാൻ ദൈവത്തിന്റെ ആത്മാവിടെയാക്കണമേ. ഞങ്ങൾ മുറ്റുമായി ഏൽപ്പിക്കുന്നു. വിശുദ്ധ ആത്മാവ് തന്നെ ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കുന്നത് കൊണ്ടും സംസാരിക്കുന്നത് കൊണ്ടും ഞങ്ങൾ നദിയോടെ സ്തോത്രം ചെയ്യുന്നു. മുറ്റുമായി സമർപ്പിക്കുന്നു, താഴ്ത്തിയേൽപ്പിക്കുന്നു. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ഇവൽക്കാലം നമ്മൾ ചിന്തിച്ച വചനം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. ജീവനുള്ള അപ്പമായ വ്യക്തപ്പെട്ട കർത്താവ് തന്റെ ജനത്തിന് വേണ്ടി ചെയ്യുന്ന ദൈവിക വിടുതലുകളെ നമുക്ക് അല്പമായി ചിന്തിപ്പാനിടയായി. ഇത് നമ്മളെ വളർത്തുന്നതാണ്, ഇത് നമ്മളെ പരിപാലിക്കുന്നതാണ്, ഇത് നമുക്ക് രോഗസൗഖ്യം തരുന്നതാണ്. എല്ലാ മേഖലയിലും ഒരുപോലെ നമ്മളെ ജീവനിലേക്ക് പരിപോഷിപ്പിക്കുന്നതാണ്. മാത്രമല്ല നമുക്ക് വിരോധമായി ഉണ്ടാകുന്ന എല്ലാ ശത്രുവിന്റെ കൂടാരങ്ങളെയും ശത്രുവിന്റെ പദ്ധതികളെയും അച്ചുടച്ചുകൊണ്ട് ജയം തരുന്നതാണ് ഈ ജീവന്റെ അപ്പം. ഒരുടയാന്ന് നാളുകളായി ഇസ്രായേലിൽ ഒരു നന്മയും പ്രാപിപ്പാൻ കഴിയാതെ നാളുകളായി കൊയ്ത്ത് നടക്കാതെ നാമേ വിതയ്ക്കുന്നുണ്ടെങ്കിലും വളമിടുന്നുണ്ടെങ്കിലും ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഫലം കായ്ക്കുന്നുണ്ട് എങ്കിലും കൊയ്തത് നന്മയായി പ്രാപിപ്പാൻ കഴിയാതെ നിൽക്കുന്ന ചില വ്യക്തികളുടെ മേല്, കുടുംബങ്ങളുടെ മേല് ദൈവം വചനസ്ഥിതി മാറ്റാൻ പോകുകയാണ്. ദൈവാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പോകുകയാണ്. ഇനിയും ഹല്ലേലൂയ ദൈവത്തിലെ നീ വിതച്ചത്, നീ കാവൽ കാത്തത്, പണം മുടക്കിയത് മറ്റൊരു ദുഷ്ടശക്തിയെ കൊയ്യാതെ വേണ്ട. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് നിന്നെ കൊണ്ട് തന്നെ കൊയ്ത്ത് നടത്തുന്ന, പാണ്ഡികശാലയിൽ നിറയ്ക്കുന്ന, നന്മയാക്കി വ്യാപരിക്കുന്ന തലത്തിലേക്ക് നിത്യാന്യ കൂടാരം ഇനിയും ഇസ്രായേലിന്റെ മുമ്പിൽ ഒരു തടസ്സമായി ഉയരാതെ വേണ്ട. കിഴക്ക് ദേശക്കാർ തടസ്സമായി ഉയരാതെ വേണ്ട. അമാലേക്ക് ശക്തി ഒരു തടസ്സമായി ഉയരാതെ വേണ്ട. ഒരു യവത്തപ്പം ഉരുട്ടിയെന്ന് ആ കൂടാരങ്ങളെ തള്ളിയിട്ടതുപോലെ ഗിദെയോനോടുകൂടെ കർത്താവിരുന്ന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് അവനെ അയച്ച് ഈ ശത്രുവിനെ കാൽ കീഴാക്കുന്ന വിജയം കൊടുത്തവന്റെ സാന്നിധ്യം, ജയം പകർന്നവന്റെ
ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ചലിക്കുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് ആ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അവൻ നമ്മൾക്ക് തരുന്നത് നമ്മളെ ജീവിപ്പിക്കുന്നത്, സ്വർഗത്തിൽ നമുക്ക് തരുന്നത് നമ്മളെ മുൻപോട്ട് നടത്തുന്നത്. നമുക്കറിയാം, യേശുവിന്റെ മീറ്റിംഗിൽ ഒരിക്കൽ 3 ദിവസം പുരുഷാരം യേശുവിനോട് കൂടെ ഇരുന്നു. യോഗമെല്ലാം പ്രാർത്ഥിച്ച് വിടാൻ നേരം കർത്താവിന് അവരോട് എന്ത് തോന്നി? മനസ്സിൽ തോന്നി. നാം ഈ കർത്താവ് ആഗ്രഹിച്ച ആത്മീയ പരിപോഷണം മാത്രമല്ല, ശാരീരികമായും വേണ്ടുന്നത് എന്ത് ചെയ്യണം? കൊടുക്കണം. എന്താ പറയാണ്? അവരിങ്ങനെ പോയാൽ വഴിയിൽ തളർന്നു പോകും, ക്ഷീണിച്ചു പോകും. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളെ കുറിച്ചും ആർക്ക് ചിന്തയുണ്ട്? കർത്താവിന് ചിന്തയുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അവർ വഴിയിൽ ക്ഷീണിച്ചു പോകാതിരിക്കേണ്ടതിന് നാം അവർക്ക് അപ്പം കൊടുത്ത് അയക്കണം. വഴിയിൽ ക്ഷീണിച്ചു പോകാതിരിക്കേണ്ടതിന് അപ്പം കൊടുത്ത് അയക്കണം. ആ മേഖല തൊടാൻ ആഗ്രഹിക്കുക. ആ വഴി ഇന്ന് ഇവിടുന്ന് യോഗം കഴിഞ്ഞേച്ച് 15 മിനിറ്റ് വണ്ടി ഓടിച്ചു പോകുന്ന വഴിയല്ല. മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായ 80. ഇതൊരു വഴിയാ, ഇതൊരു യാത്രയാ. ഇവിടെ നിന്ന് വീടിനെ ലക്ഷ്യമാക്കി നാം പോകുന്നത് പോലെ ഒരു വീടിനെ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ആ വീട് ഏതാണ്? സ്വർഗീയ ഭവനം, പുതിയ യെരൂശലേം. അങ്ങനെയെങ്കിൽ നമ്മുടെ വീട്ടിലെത്തുന്നത് വരെയും നമ്മൾ കുഴയാൻ പാടില്ല, നമ്മൾ ക്ഷീണിക്കാൻ പാടില്ല, നമ്മൾ തളരാൻ പാടില്ല. നിത്യതയിൽ എത്തുവോളം തളരാതെ നമ്മളെ എത്തിക്കുന്നതാണ് കർത്താവ് തരുന്ന അപ്പം. ഈ പുരുഷാരത്തെ ഇങ്ങനെ വിടരുത് എന്ന് പറഞ്ഞ് അവരുടെ വഴിയിൽ അവർ തളർന്നു പോകാതിരിക്കേണ്ടതിന് അവരോട് മനസ്സലിഞ്ഞ് അവർക്ക് അപ്പം കൊടുക്കുവാൻ മനസ്സുള്ള കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിന്റെ വഴിയിൽ കുഴഞ്ഞും തളർന്നും പോകുവാൻ സാധ്യതയുള്ള അവസ്ഥയുടെ നടുവില് കുഴയ്ക്കുവാൻ കടന്നു വരുന്ന വ്യാപാരികളുടെ നടുവില്, നിരാശപ്പെടുത്തുവാൻ കടന്നു വരുന്ന വ്യാപാരികളുടെ നടുവില് സ്വർഗ്ഗം തരുന്ന അപ്പം എന്റെ നിങ്ങളുടെ കുഴച്ചിലുകളെ മാറ്റി, ഭാരങ്ങളെ മാറ്റി, നമ്മുടെ ക്ഷീണങ്ങളെ മാറ്റി, അങ്ങെത്തുവോളം വീട്ടിലെത്തുവോളം ശുശ്രൂഷ തികയ്ക്കുവോളം ഓട്ടം തികയ്ക്കുവോളം ബലപ്പെടുത്തുന്ന ജീവന്റെ ജീവന്റെ ഒപ്പമാകുന്നു. നമ്മൾ ഓട്ടം ഓടി അങ്ങെത്തുന്ന ഒരു കുഴഞ്ഞു പോകല്ല നമ്മളെ കുറിച്ച് ആരും ആഗ്രഹിക്കുന്നത്. മറുവശത്ത് വിഷയം ആഗ്രഹിക്കുന്നത് എന്തുവാ? എവിടെങ്കിലൊക്കെ കുഴഞ്ഞു വീഴണം, നിരാശപ്പെടണം. അങ്ങനെ ഒരുവൻ കുഴഞ്ഞു വീണിട്ട് പറയുക, മതി യഹോവേ മതി, ഞാൻ എന്റെ പിതാക്കന്മാരെ കാട്ടിൽ ഓട്ടും നല്ലവരൊന്നുമല്ല, എന്റെ പ്രാണനെ നീന്തി മതി. ഇനി ശുശ്രൂഷ വേണ്ട, ഇനി ആരാധന വേണ്ട, ഇനി കൂട്ടായ്മ വേണ്ട. മതി എന്ന് അവൻ യഹൂദ്യ മരുഭൂമിയിൽ കടന്നുകൊണ്ട് ഒരുവൻ പറയുന്നു. കാരണം എന്താണ്? ശുശ്രൂഷ തികയ്ക്കുന്നതിന് മുമ്പ് കുഴച്ചു കളയുവാൻ, ഓട്ടമോടി തീർക്കുന്നതിന് മുമ്പ് കുഴച്ചു കളയുവാൻ അവൻ ദൈവം എഴുന്നേൽപ്പിച്ച ഏലിയാവെന്ന അഭിഷിക്തന് വിരോധമായി ഉയർന്നു നിൽക്കുന്ന ഈസാബേല്യ ശക്തികള്, ആഹാബ്യ ശക്തികള് ജീവിതത്തെ കുഴയ്ക്കുവാൻ, ശുശ്രൂഷകളെ കുഴയ്ക്കുവാൻ, ഗമനങ്ങളെ കുഴയ്ക്കുവാൻ, പദ്ധതികളെ കുഴയ്ക്കുവാൻ, വാഗ്ദത്തങ്ങളെ കുഴയ്ക്കുവാൻ ദൃഷ്ടി വയ്ക്കുവാൻ കാലം
അവൻ ജീവന്റെ അപ്പമായവൻ നമുക്ക് തരുന്ന ജീവന്റെ അപ്പം വഴിയിൽ തളരാതിരിക്കാനുള്ളതാണ്, വഴിയിൽ കുഴയാതിരിക്കാനുള്ളതാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അതുകൊണ്ട് ഇത് പകൽക്കാലവും ആ വചനത്തിന്റെ ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കപ്പെടും. കർമ്മേലിൽ നിന്നുകൊണ്ട് അവൻ ശക്തമായ ആത്മീയ ശുശ്രൂഷ ആര് ചെയ്തു? ഏലിയാവ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നാളുകളായി ജനം ഇരുതോണിയിൽ എന്ത് ചെയ്തിരിക്കുക? കാല് വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സത്യദൈവത്തെ ആരാധിക്കേണ്ടുന്ന ജനം, യഹോവയ്ക്കും മഹത്വവും ആരാധനയും കൊടുക്കേണ്ട ജനം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇസ്രായേലിൽ ജനത്തെ ഏറ്റവും വഴിതെറ്റിച്ച രാജാക്കന്മാരിൽ ഒരുവനായിരുന്നാണ് ആഹാബ്. അതിനുള്ള കാരണം അവന്റെ ഭാര്യയായ ഇസബേൽ. ആമേൻ. സ്തോത്രം. ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഈ ഇസബേല് പ്രൈസ് ദി ലോർഡ് ഈ രാജാവിനെ കൂടെ എന്ത് ചെയ്തു? വഷളത്വത്തിലേക്ക് കൊണ്ടുപോവുകയും അവന്റെ ഭരണകാലത്ത് ആ ഏക സത്യ ദൈവത്തിൽ നിന്ന് ഈ ജനത്തെ മുഴുവൻ അകറ്റി കളയത്തക്ക നിലവാരത്തിൽ സാത്താൻ ശക്തമായി ഇരുവരെ എന്ത് ചെയ്തു? കനത്തിലെടുക്കുമ്പോഴാണ് ആ ഭരണകാലത്താണ് തിസ്ബയിൽ നിന്ന് തിസ്ബ്യനായ ഏലിയാവിനെ ദൈവം രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. കാര്യം പറയാം, ഏത് കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ട് വരുന്നോ ആ കാലഘട്ടത്തിലുള്ള ദുർവ്യാപാര മണ്ഡലങ്ങളെ വെട്ടാൻ ഒരധികാരത്തോടെ ദൈവം നമ്മളെ നിർത്താൻ മതിയായി വരും. ആഹാബിന്റെ കാലത്ത് ആമേൻ ശുശ്രൂഷയ്ക്ക് എഴുന്നേൽക്കുന്നവൻ വെറും ഒരു പ്രവാചകൻ എന്ന ലെവലിലേക്ക് അപ്പുറത്ത് അവൻ ചില അധികാരങ്ങൾ കൈയാളുന്ന, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ലെന്ന് വിളിച്ചു പറയുക അധികാരമുള്ളൊരു ഏലിയാവ് ഇന്നുവെങ്കിൽ മാത്രമേ ഈ ബാലിന്റെയും ഈ അശേരയുടെയും ശക്തി അവന്റെ ശുശ്രൂഷയ്ക്ക് മുമ്പിൽ അമരുകയുള്ളൂ എന്ന് അറിയാവുന്ന ദൈവം ഒരു അധികാരത്തോടെ ഏലിയാവിനെ തിസ്ബിയിൽ ഉയർത്തിക്കൊണ്ടുവന്നതുപോലെ ഈ ദിവസങ്ങളെ പ്രാർത്ഥനയില് ആത്മമണ്ഡല ചിലരെ അകത്തുനിന്ന് ഉയർത്തിക്കൊണ്ടുവരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർമ്മയിൽ ഒറ്റയ്ക്കിരുന്നോണ്ട് ഒരു വെല്ലുവിളി നടത്തി. യഹോവയാണ് ദൈവമെങ്കിൽ അവനെ ആരാധിക്കണം, അല്ല ബാലാണെങ്കിൽ അവനെ ആരാധിക്കണം. ഇനി ഇതൊന്ന് വെളിപ്പെട്ട് വരണം. എങ്ങനെ വെളിപ്പെടും? നമുക്കൊരു യാഗം ഒരുക്കാം. പ്രൈസ് ദി ലോർഡ്. ആ യാഗം ഒരുക്കി ആ യാഗപീഠത്തിന് മേൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി അയക്കുന്നതാരോ അവനാണ് ദൈവം, ജീവനുള്ള ദൈവം, ആരാധിക്കാൻ കൊള്ളാവുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ വെല്ലുവിളി ആരേറ്റെടുത്തു? എലിയാവ് പറഞ്ഞ വെല്ലുവിളി ബാലിന്റെ പ്രവാചകന്മാരും ഏറ്റെടുത്തു. ഞങ്ങളും റെഡി. അങ്ങനെ പറയണമെങ്കിൽ എവിടേക്കോ അവര് എന്തിറക്കിയിട്ടുണ്ട്. അവർ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഏലിയാവിന്റെ ഈ വെല്ലുവിളി എന്ത് ചെയ്തത്? അവരും ഏറ്റെടുത്തത്. അവർക്കറിയാം ഞങ്ങൾ യാഗം കഴിച്ചാൽ എന്ന് ഇറങ്ങും, തീ ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് അവർക്ക് തന്നെ എന്ത് കൊടുത്തു? ഫസ്റ്റ് ചാൻസ് വിട്ടുകൊടുത്തു. നിങ്ങൾ തന്നെ യാഗപീഠം ഒരുക്ക, നിങ്ങൾ തന്നെ യാഗം കഴിക്ക. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ബാലിന്റെയും അശേരയുടെയും ഏതാണ്ട് 850ഓളം പ്രവാചകന്മാർ ഒരുമിച്ച് രാവിലെ തുടങ്ങി അവൻ ഉച്ച വരെ യാഗപീഠത്തിന് ചുറ്റും യാഗം കഴിക്കാൻ മൃഗത്തെയൊക്കെ അറുത്തു വെച്ച് തീ ഇറങ്ങേണ്ടതിന് വേണ്ടി എന്ത് ചെയ്തു? അവർ ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് ആരാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് ആരാധിക്കുക. കഴിഞ്ഞ നാളുകളിൽ ഇത്രയും ഒച്ച ഇടുമ്പോൾ എന്തോ ഇറങ്ങുമായിരുന്നു, തീ ഇറങ്ങുമായിരുന്നു. പക്ഷെ ഒച്ച കൂട്ടിയിട്ട് ഇവിടെ എന്തോ നടക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. തീ ഇറങ്ങുന്നില്ല. ആമേൻ സ്തോത്രം. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരറ്റൈ പ്രയോഗം കൂടെ നടത്തി നോക്കി. ആമേൻ സ്തോത്രം. ഇനി ചോര കൊടുത്താലെങ്കിൽ എന്തോ ഇറങ്ങും. സ്തോത്രം. തീ ഇറങ്ങും. അതുകൊണ്ട് ദേഹത്ത് മുറിവേൽപ്പിച്ച് എന്തൂടെ കൊടുത്തു നോക്കി? ആമേൻ ചോരയുടെ കൊടുത്തു നോക്കി. ചോര ഒഴുക്കിയിട്ട് എന്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം പറയാം, ആമേൻ അപ്പുറത്ത് വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും ഒരുവൻ ഇങ്ങനെ പറയുന്നുണ്ടാവും, ഞാൻ ഈ യാഗപീഠം ഒരുക്കിയിട്ടല്ലാതെ, ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ലാതെ, ഞാൻ ഒരുക്കി യാഗപീഠത്തിനല്ലാതെ കർമ്മയിൽ തീ
വരാൻ പാടില്ല. ആ ഒരു പ്രാർത്ഥനയ്ക്കകത്ത് വിടുതൽ ഞാനിങ്ങനെ ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ ബാലിന്റെ അശേരയുടെയും ശക്തിക്ക് ആഗ്രഹമുണ്ട് ഈ നിലവിളി കേട്ടിട്ട് എന്നെ ഒന്ന് ഇറക്കി കൊടുക്കണം, തീ ഒന്ന് ഇറക്കണം. മോളിൽ നിങ്ങോട്ട് തീ ഇങ്ങോട്ട് ഇടാൻ അവര് വെമ്പുമ്പോഴും പ്രൈസലോ താഴെ ഒരുവന്റെ പ്രാർത്ഥന ആ അന്യാഗ്നിയെ തിരിച്ചയച്ചുകൊണ്ടിരിക്കുക. ലെവലിൽ ഇപ്പുറത്തേക്ക് ഇറങ്ങി വരാതെ വേണം, ഒരു ലെവലിൽ ഇപ്പുറത്തേക്ക് ആ അശേരയുടെയും ബാലിന്റെ തീയ ഇറങ്ങി വരാതെ വേണം. ഏലിയാവിന്റെ പ്രാർത്ഥന ആ അഗ്നിയെ വെട്ടിക്കൊണ്ടിരിക്കുക. അന്യാരാധനയുടെ അഗ്നികൾ, അതിന്റെ ശക്തികൾ, അതിന്റെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ദൈവസഭയുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ, ദൈവസഭയുടെ ആത്മനവനത്തിന് മുമ്പിൽ, ദൈവസഭയുടെ ഉപവാസത്തിന് മുമ്പിൽ അത് ലക്ഷ്യപ്രാപ്തിയിലേക്ക് വരാതെ വേണം, ലക്ഷ്യത്തിൽ വീഴാതെ വേണം. യേശുവിന്റെ നാമത്തിൽ മടങ്ങുന്ന ഇറങ്ങുന്നില്ല. അവസാനം പരാതി എന്ത് ചെയ്തു? സമ്മതിച്ചു. പരിപാടിയെല്ലാം അവസാനിപ്പിച്ചു, മാറി കൈയും കെട്ടി മാറി നിൽക്കുക. ഇനി ഏലിയാവേ നീ എന്ത് ചെയ്യ? ഇനി നീ ഇവിടെ ഒരുക്കി ഞാൻ കഴിക്കേ. ഈ പുള്ളിയുടെ എല്ലാം ഒരു ആഗ്രഹമുണ്ട്, ഞങ്ങളാവുന്ന പണി നോക്കിയിട്ടൊന്നും നടന്നില്ല, ഇനി ഇവനൊന്നും ഇറക്കുന്നു, ഇവന്റെ മേലും എന്തറിഞ്ഞത്തില്ല, യാതൊരു അറിഞ്ഞില്ല. അപ്പൊ ഇറങ്ങാതിരിക്കാനുള്ള പണി മുഴുവൻ ഏലിയ ഒരുക്കുന്ന യാഗപീഠത്തിന്റെ മേലും ഈ ഇറങ്ങാതിരിക്കാനുള്ള പണി മുഴുവൻ ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുക, മാറി നിന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുക. ഏലിയ അവിടെ എന്ത് ചെയ്തു? ആമേൻ. ചെയ്ത കാര്യം, ആമേൻ, ഇടിഞ്ഞു കിടന്ന യാഗപീഠം എന്ത് ചെയ്തു? പുതുക്കി പണിതു. അതിനെ പറയുന്നു, ഇസ്രയേലിന്റെ ഗോത്രസംഖ്യക്കൊത്തവണ്ണം 12 കല്ല് അവനെടുത്തു വെച്ചു. 12 കല്ല്. അതങ്ങനെ പറയാൻ കാരണമുണ്ട്. 40 വർഷം വീതം 3 രാജാക്കന്മാർ ഭരിച്ചു കഴിഞ്ഞ് ഇസ്രയേൽ രണ്ടായിട്ട് പിളർന്നു. തെക്കൻ രാജ്യവും വടക്കൻ രാജ്യവുമായി മാറി. ഒരു വശത്ത് 10 ഗോത്രവും മറുവശത്ത് 2 ഗോത്രവും. അപ്പൊ ഈ 2 ഗോത്രം അടർന്നു മാറിയതിനു ശേഷം പിന്നെ ഗോത്ര സംഖ്യക്ക് ഒത്തവണ്ണം കല്ലെടുത്താലും എത്ര എണ്ണം എടുക്കുള്ളൂ അറിയാമോ? ശ്രദ്ധിച്ച്, എന്നെ ശ്രദ്ധിച്ചേ. 10 എണ്ണമേ അടർന്നു മാറിയ 2 എണ്ണത്തിന്റെ പേര് അങ്ങ് വെട്ടിക്കളഞ്ഞു. അവരുടെ പേരിൽ ഇപ്പോൾ എന്തില്ല? കല്ലില്ല. പക്ഷെ ഏലിയാവ് ആ പാരമ്പര്യത്തെ പൊളിച്ചു. നഷ്ടപ്പെട്ട കല്ലൂടെ, നഷ്ടപ്പെട്ടവരുടെ പേരിലുള്ള കല്ലൂടെ ഏലിയാവ് എന്ത് ചെയ്തു? എടുത്തു വെച്ചു. ഇന്നിതിനകത്ത് വന്ന് മുട്ടുമടക്കാത്ത കുടുംബത്തിലുള്ള വ്യക്തിയെ പ്രാർത്ഥന തള്ളിക്കളയാതെ അതിനെ കൂടെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക, ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി അവരെ കൂട്ടിവരുത്തും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ 12 കല്ല് എടുത്തു വെച്ചു. അവരവരെ ശോനയിലെ ഞാനാകുന്ന യാഗപീഠത്തില് ഏതെങ്കിലും അകന്നു മാറിയിരിക്കുന്ന കല്ലുണ്ടോ? ആ വിശുദ്ധിയുടെ കല്ല് എങ്ങനെയുണ്ട്? ആ വേർപാടിന്റെ കല്ല് എങ്ങനെയുണ്ട്? ആത്മതപനത്തിന്റെ കല്ല് എങ്ങനെയുണ്ട്? അവൻ കണ്ണുനീരിന്റെ കല്ല് എങ്ങനെയുണ്ട്? പ്രാർത്ഥനയുടെ കല്ല് എങ്ങനെയുണ്ട്? അകന്നു മാറിയിരിക്കുന്നെങ്കിൽ ക്രമമായി എടുത്തു വെച്ച് യാഗപീഠം ഒന്നുകൂടെ പുനർപ്രതിഷ്ഠിച്ച ഒരുക്കപ്പെടുന്ന യാഗപീഠത്തിന്റെ മേലാണ്
സ്വർഗത്തിൽ അഗ്നി പകരുവാനുള്ളത് ഒരുക്കപ്പെടുന്ന യാഗപീഠത്തിന്റെ മേലാണ് സ്വർഗത്തിന് തീയയ്ക്കുവാൻ മനസ്സുള്ളത്. കാര്യങ്ങളെല്ലാം ഗോതമ്പ് വിതയ്ക്കുവാൻ കഴിയുന്ന പോലെ അവൻ അവിടെ ഒരു തോടുണ്ടാക്കി, അവനെ യാഗപീഠത്തിന്മേൽ വിറകെടുക്കി, അതിന്മേലെല്ലാം വെള്ളം എന്ത് ചെയ്തു? കോരി ഒഴിച്ചു. പ്രൈസ് ദി ലോർഡ്. യാഗമൃഗത്തെ അറുത്തു, അതിന്റെ മേൽ വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുക്കം ശരിയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അധികം ബന്ധപ്പാടില്ലാതെ ദൈവത്തിന്റെ തീ ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഓ രക്തം ചെയ്യാം, രക്തദാനം ചെയ്യാം. ഇവന്മാർ 850 പേര് അവരെ സപ്പോർട്ട് ചെയ്തത് മാറിങ്ങനെ ബസ്സിൽ പിടിച്ചോണ്ടിരിക്കുക. എന്തിറങ്ങരുത്, തീ ഇറങ്ങരുത്, തീ ഇറങ്ങരുത്, തീ ഇറങ്ങരുത് എന്ന് പറയുമ്പോൾ ഈ 850 വ്യക്തികളുടെ പ്രാർത്ഥനയുടെ ശക്തിയെ വെല്ലുന്ന, വെട്ടുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ ഏലിയ പറഞ്ഞു കാണും, ഞാൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു, ഞാൻ നിന്റെ ദാസനെന്ന് വെളിപ്പെട്ടു വരേണ്ടതിന് ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ യാഗപീഠത്തിന്മേൽ അഗ്നി ഇറങ്ങട്ടെ എന്ന് പറയുമ്പോൾ സകല ബാലിന്റെയും അശേരിയുടെയും ശക്തികളെ വെട്ടി മാറ്റിക്കൊണ്ട്, ദഹിപ്പിച്ചുകൊണ്ട്, അകർത്തുകൊണ്ട് സ്വർഗത്തിലെ യാഗപീഠത്തിലെ കത്തിയതുപോലെ ദഹിച്ച് ചാമ്പലാകുന്നത് പോലെ വേഗം ദേഹി ആത്മതലത്തിലേക്ക് നാം ആകുന്ന യാഗപീഠത്തിലേക്ക് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങുക. അവൻ ഇവിടെ വിട്ടുകൊടുക്കാം. അഗ്നി ഇറങ്ങി കഴിഞ്ഞപ്പോ അവർ പരാജയപ്പെട്ടു. ഇപ്പോഴാണ് ഇല്ല പറയുന്നത്, ഇവന് ഒരുത്തനെ എന്ത് ചെയ്തത്? സ്തോത്രം. വാളൂരി. തീ ഇറങ്ങാതെ വാളൂരാൻ പറ്റത്തില്ല. തീ ഇറങ്ങി ബാലിന്റെ ശക്തിയെ പരാജയപ്പെടുത്തി ജീവനുള്ളത് ആരാണെന്ന് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ എലിയ പറയുകയാണ്, എന്ത് ചെയ്യരുത്? ഒരുത്തനെ എന്ത് ചെയ്യരുത്? അവൻ വെറുതെ വിടരുത്. പ്രൈസ് ദി ലോർഡ്. അവരെ മുഴുവൻ എന്ത് ചെയ്തു? വാളിന്റെ വായ്ത്തലയാണ് വെട്ടി. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു വലിയ ശുശ്രൂഷ കഴിഞ്ഞപ്പോഴാണ് ഈ 150 പ്രവാചകന്മാരെ വെട്ടിയ വിവരം അറിഞ്ഞ ഈസബേൽ കർമ്മേലിലെ ആരാധനയെല്ലാം കഴിഞ്ഞ് ആഹാബ് വീട്ടിൽ ചെന്ന് വാതിൽ തുറന്ന് അങ്ങോട്ട് കേറുമ്പോ അങ്ങോട്ട് പോയവനല്ല ആഹാബ് വരുന്നത്. മനസ്സിലോ? ആ പാടെ നിരാശപ്പെട്ട് ഭാരപ്പെട്ട്, മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ തലേ മുണ്ട് വിട്ടാണ് വരുന്നത്. കൊച്ചമ്മ ചോദിച്ചു, അച്ഛാ എന്നെ പറ്റിയേ? എന്നും വരുന്നവരല്ലോ വന്നേ. സ്തോത്രം. വല്ലാത്തൊരു മുഖത്തൊരു വല്ലാത്ത മ്ലാനതയും. കാര്യം പറഞ്ഞു, എന്തോ പറയാനാ, നമ്മുടെ രാജ്യത്തുള്ള ഏലിയാവെന്ന് പറയുന്ന ആ മനുഷ്യൻ തീയിറക്കി നമ്മൾ അപമാനിക്കപ്പെട്ടിരിക്കുക. മാത്രമല്ല നമ്മുടെ മേശയിൽ നിന്ന് ഭക്ഷിച്ചു വന്ന പറഞ്ഞ നമ്മൾ ശമ്പളം കൊടുത്ത് ഈ രാജ്യത്ത് നിലനിർത്തിയ 880 പ്രവാചകന്മാർ എന്ത് ചെയ്തു? വാളിന്റെ വായ്ത്തലയാ തകർത്ത് കളഞ്ഞു. സ്തോത്രം. അവളാട് പിടിക്കുക. അത്രേ ഉള്ളൂ. അച്ഛൻ ഭാരപ്പെടുന്നും വേണ്ട. ഞാൻ ഏറ്റു കാര്യം, ഞാൻ ഏറ്റു കാര്യം. സ്തോത്രം. ആമേ. എന്നിട്ട് അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഈസബേൽ ഒരു ദൂതനെ ഏലിയാവിന്റെ അരികിലേക്ക് അയച്ചു. രാജാക്കന്മാരുടെ പുസ്തകം 18 കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈസബേല് ഒരു ദൂതനെ എന്ത് ചെയ്തു? ഏലിയാവിന്റെ അരികിലേക്ക് അയച്ചു. ദൂതന്റെ പക്കൽ എന്താ ഉണ്ട്? പറഞ്ഞ പോലെ ദൂതന്റെ പക്കൽ ദൂതുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇപ്പോൾ ഇസബേൽ അയച്ച ദൂതന്റെ പക്കല് ദൂത് ആരുടേതാ? ഇസബേലിന്റേതും പൈശാചികവുമാണ്, സാത്താന്യമാണ്. അങ്ങനെയെങ്കിൽ ഈ ദൂതിന്റെ പേരിൽ വ്യാപരിക്കുന്ന ശക്തി എന്താണ്? അന്ധകാര ശക്തി, പൈശാചിക ശക്തി. കർത്താവ് തരുന്ന ദൂത് കേൾക്കുമ്പോൾ നാം ബലപ്പെടും. ദൈവം തരുന്ന ദൂതിനകത്ത് വിടുതലുണ്ട്. വചനം അയക്കുമ്പോൾ മിഥ്യാന്റെ കൂടാരങ്ങൾ പൊളിയും. കർത്താവ് തരുന്ന ദൂതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇതുപോലെ തന്നെ
പിശാച് കൊടുക്കുന്ന ദൂതിനകത്ത് എന്തോ ഉണ്ട്? നിരാശയുണ്ട്, പരാജയമുണ്ട്, ഭാരമുണ്ട്. ഈ ദൂത് ഏലിയാവ് കേട്ടു. എന്താ പറഞ്ഞേ? അല്ലെങ്കിൽ എടുത്തെങ്കിലും ഒന്ന് വായിച്ചേ. രാജാക്കന്മാർ 18-ാം അധ്യായം. സ്തോത്രം. ദൂത് ഏലിയാവിന് സഭയിൽ കൈമാറുന്നു. ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ടുവന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല. അപ്പൊ ദൂതിനകത്ത് ആദ്യത്തെ ദൂത് എന്താ? ആക്കുന്നില്ല, പോസിറ്റീവ്. അവൻ ആദ്യത്തെ ദൂത് നിന്റെ ജീവൻ ഇനി 24 മണിക്കൂറൂടെ ജീവനെ എടുക്കുന്ന ദൂതാണ് ആദ്യം കൊടുത്തത്. നിന്റെ പ്രാണൻ ആ പ്രവാചകന്മാരിൽ ഒരുവന്റെ ജീവൻ പോലെയാകും. പറഞ്ഞാൽ ആയുസ്സിന് ഇനി എത്ര കൂടെ സമയമുള്ളൂ? 24 മണിക്കൂർ. പ്രൈസലോ. 24 മണിക്കൂറിനകം നിന്റെ തല എന്ത് ചെയ്തിരിക്കും? ആ പ്രവാചകന്മാരിൽ ഒരുവന്റെ തല പോലെ എടുത്തിരിക്കും. പ്രൈസലോ, പ്രൈസലോ, സ്തോത്രം. അപ്പൊ നോക്കിയേ, പിശാച് ആയുസ്സിന് വിരോധമായി എന്ത് ചെയ്യുക? പദ്ധതി ഇടുകയാ. രണ്ട്, അതിനകത്ത് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയും തികയ്ക്കപ്പെടാതെ പോകും. അതിനകത്ത് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയും തികയ്ക്കപ്പെടാതെ പോകും. അങ്ങനെയെങ്കിൽ ആയുസ്സിന് വിരോധമായി മാത്രമല്ല, ശുശ്രൂഷയ്ക്ക് വിരോധമായും പിശാച് എന്ത് ചെയ്യുന്നു? രംഗത്ത് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി ഒന്ന് വായിച്ചേ ഭാഗം. അവൻ ഭയപ്പെട്ടെഴുന്നേറ്റ് ഈ ദൂത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? ഭയപ്പെട്ടു. വചനം കേട്ട ചൈതന്യം ഉണ്ടാകും. വചനം കേൾക്കുമ്പോ എന്തുണ്ടാകും? ആത്മബലം ഉണ്ടാകും. വചനം കേൾക്കുമ്പോൾ ധൈര്യം ഉണ്ടാകും. പക്ഷെ ഈ ദൂത് കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പൊ ഈ ദൂതിന്റെ വ്യത്യാസം എന്താ? സ്തോത്രം. ഇത് വഴി കുഴയ്ക്കുന്ന ദൂത. നമ്മൾ ചിന്തിച്ച കുറുവാക്കി ഓർക്കരുത്, ഓർക്കരുത്. നമ്മൾ വഴിയിൽ ക്ഷീണിച്ചു പോകാതിരിപ്പാൻ, തളർന്നു പോകാതിരിപ്പാൻ. ഈ ദൂത് ബലപ്പെടുത്തി മുമ്പോട്ട് പായിക്കുന്ന ദൂതല്ല, വഴിയിൽ ക്ഷീണിപ്പിക്കുന്ന ദൂത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു കാര്യം പറയാം. ആമേൻ. ജീവനെ ജീവഭാണ്ഡത്തിൽ കെട്ടി സൂക്ഷിക്കുന്ന ദൈവം ഇസബേലേ നിന്റെ കയ്യിലോ നീ അയക്കുന്ന ദുർവ്യാപാരങ്ങളുടെ കയ്യിലോ അല്ല എന്റെ പ്രാണൻ ഇരിക്കുന്നത്. കർത്താവ് എങ്ങനെ പറഞ്ഞു? എന്റെ കയ്യിൽ നിന്ന് ആർക്കും അവരെ പിടിച്ചു പറിച്ചുകൂടാ. അങ്ങനെയെങ്കിൽ ആയുസ്സിന് വിരോധമായി പിശാച് എത്ര പദ്ധതികൾ ഉയർത്തി. ഇവിടെ നിൽക്കേണ്ടുന്ന ആണ്ടുകൾ തമ്പുരാൻ കുറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചു കളയുവാൻ പിശാച് എത്ര പദ്ധതി ഉയർത്തിയാൽ ഈ പകൽക്കാലം ആത്മാവിൽ വിളിച്ചു പറ. ഇല്ല പിശാചേ, ദൈവം വെച്ചിരിക്കുന്ന കാലം, ദൈവം വെച്ചിരിക്കുന്ന ആണ്ടുകള് ഈ രാജ്യത്ത് ഞാനും എന്റെ കുടുംബത്തിൽ 24 മണിക്കൂറൊന്ന് പരിധി വെക്കാനോ, 2014 പരിധി വെക്കാനോ നിനക്കൊരു അവകാശമില്ല. 2015 ഞാനിവിടെ കാണും, 2016 ഞാനിവിടെ കാണും. വിശ്വാസത്തെ പറ. ദൂത് കേട്ട് ഏലിയാവ് എന്ത് ചെയ്തു? ഭയപ്പെട്ടു പോയി. കാരണം ഭയക്കാൻ കാരണം എന്നാ? ഈ ദൂതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 3 ശക്തിയുണ്ട്. ഏറ്റവും കുറഞ്ഞത് 3 ശക്തി. ഒന്ന് അശേരയുടെ ശക്തി, 2 ബാലിന്റെ ശക്തി, 3 ഇവരൊരു നല്ല ക്ഷുദ്രശക്തിയുടെ ബാക്കി കിടപ്പുണ്ട്.
ഇസബേൽ ആരാണ്? ഒരു നല്ല ക്ഷുദ്ര പ്രയോഗക്കാരത്തിയാണ്. അങ്ങനെയെങ്കിൽ ദൂതനെ അയക്കുന്നതിന് മുമ്പ് കെട്ടേണ്ട മണ്ഡലങ്ങളെല്ലാം കെട്ടിയച്ചാണ് ആമേൻ ദൂതുമായിട്ട് അയച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 3 ശക്തികൾ ഒരുമിച്ചാണ് ഈ ദൂതിന്റെ പിന്നിൽ എന്ത് ചെയ്തത്? വ്യാപരിച്ചത്. അതുകൊണ്ടാണ് ഈ ദൂത് കേട്ടപ്പോൾ എന്ത് ചെയ്തത്? ആമേൻ ഭയപ്പെട്ടു പോയി. ഇല്ല, ഭയപ്പെട്ടിട്ട് ഇനി വായിച്ച് ഭയപ്പെട്ടു എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. ഈ ദൂത് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഇതുവരെ പോസിറ്റീവ് ആയിരുന്നതെല്ലാം ഇപ്പൊ എങ്ങനെയായി മാറുക? നെഗറ്റീവായി മാറുകയാ. ഒരിക്കലും പ്രാണനെ ഭയപ്പെട്ടവനല്ല ആര്? അവൻ രാജാവിന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴ ഉണ്ടാകത്തില്ലെന്ന് പറയാ ആത്മാവിന്റെ അധികാരവും ധൈര്യവും ഉള്ളവനായിരുന്നു ആര്? ആ ഏലിയ ഇപ്പോൾ എന്ത് ചെയ്യാ? പ്രാണരക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യാ? അവൻ ഓടുകയാ. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ. യഹൂദയിൽപ്പെട്ട ബേർശേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. അവൻ തന്റെ ബാല്യക്കാരനെ എന്ത് ചെയ്തു? നോക്കിയേ സ്തോത്രം. ഈ ഏലിയാവ് എങ്ങോട്ട് പോയാലും കൂടെ ആര് കാണും? ബാല്യക്കാര് കാണും, പിന്നെ പ്രവാചക ശിഷ്യന്മാര് കാണും. ഒരു ഗാങ് തന്നെ എപ്പോഴും തന്നോട് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇവിടെ കുറഞ്ഞത് ബാല്യക്കാരനെങ്കിലും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ഒരു വ്യാപാരം വന്നു കഴിഞ്ഞപ്പോ ഏലിയാവിന് തോന്നുന്നു ഇനി ആരും കൂടെ വേണ്ട, ഇനി ആരും കൂടെ. ബാല്യക്കാരനോട് പോലും പറഞ്ഞു നീ എന്റെ കൂടി എന്ത് ചെയ്യണ്ട. പ്രൈസ് ദി ലോർഡ്. നല്ല ചൂടിലൊക്കെ ആരാധിച്ച് വരുമ്പോ യോഗത്തിന് കൂട്ടായ്മയ്ക്ക് പോകണ്ട, വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം എന്ന് വല്ല തോന്നലുണ്ടായാൽ ഓർത്തോണം ഇത് വേറെ എന്തോ ഒറ്റപ്പെടുത്തി കളയാ. പ്രൈസ് ദി ലോർഡ്. ഒറ്റപ്പെടുത്തി കളയാ. പിശാച് പദ്ധതി ഇടുമ്പോൾ അവൻ അണിയറയിൽ മറ്റെന്തോ കാര്യങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് കൂട്ടായ്മയോട്, പ്രാർത്ഥിക്കുന്നവരോട്, പോഷിക്കുന്ന വിശുദ്ധന്മാരോട്, ദൈവസഭയോട് ചേർന്നിരുന്നോണം. അവൻ നെഗറ്റീവായ വ്യാപാരം വന്നപ്പോൾ ഏലിയാവ് തീരുമാനിച്ചു എന്റെ കൂടെ ആരും വേണ്ട, ഇനി ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞ് അവൻ കൂടെ വരാൻ മനസ്സുള്ള ബാല്യക്കാരന്റെ മനോഭാവത്തെ വിലക്കി അവനെ ഒരിടത്താക്കിയിട്ട് ഏലിയാവ് തന്നെ മുമ്പോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. മുമ്പോട്ട് എന്ന് എവിടെ ചെന്നു? ഹല്ലേലൂയ. ഒരു ചൂരച്ചെടിയുടെ തണലിന്റെ മേൽ ആ നിഴലിൽ കിടന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ അവിടെ കിടന്നിട്ട് ഏലിയാവ് എന്താഗ്രഹിച്ചു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവൻ നഷ്ടപ്പെട്ട ആമേൻ സ്തോത്രം ആ വിധവയുടെ മകനെ പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഏലിയാവ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സരാഫാത്തിലെ വിധവയുടെ മകന്റെ നഷ്ടപ്പെട്ട പ്രാണനെ ഏലിയാവ് പ്രാർത്ഥനയിൽ തിരിച്ചു പിടിച്ചു കൊടുത്തു. അത്ര ശക്തനായിരുന്നു പ്രാർത്ഥനയിൽ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ പറയാണ് എന്റെ അകത്തിരിക്കുന്ന എന്ത് ചെയ്തോട്ടെ? നേരെ നെഗറ്റീവായി പൊയ്പോയതിനെ പ്രാർത്ഥനയിൽ പിടിച്ചു വാങ്ങിയവനാണ് ആര്? ഏലിയാവ്. ഇപ്പൊ അകത്തിരിക്കുന്നത് പോലെ അവന് പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ചില മണ്ഡലങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്നും തമ്മിൽ പെട്ടെന്ന് മറുപടി തന്നെന്ന് വരത്തില്ല. അത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാനാണ്. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാത്ത ഒരു രംഗമാണ് അത്, അല്ലേ? നീ എന്റെ പ്രാണനെ എന്ത് ചെയ്തോണം? കർത്താവ് കേട്ടോ? കേട്ട് അവിടെ വെച്ച് ആമേ അങ്ങ് പ്രാണൻ അങ്ങ് പോയിരുന്നേല്ലേ? ഈ സഭയിൽ എന്താ പറഞ്ഞേനെ? ആഹാവ് എന്നാ പറഞ്ഞേനെ? ഓ ഞങ്ങള് വാള് പോലെ എടുക്കേണ്ടി വന്നില്ല. ആമേ ദൂതനെ അയച്ച് ഇത്രയും കാര്യം പറഞ്ഞപ്പോളെ ആൾ അറ്റാക്കായി തീർന്നു. സ്തോത്രം. ദുഷ്ടന്റെ ആക്ഷേപത്തിന് അവൻ വിട്ടുകൊടുക്കുന്ന ദൈവമല്ലേ? ദുഷ്ടന്റെ ഇച്ഛയ്ക്ക് അവൻ വിട്ടുകൊടുക്കുന്ന ദൈവമല്ലേ? ഓ മതി യഹോവേ മതി എന്ന് പറഞ്ഞ് ശുശ്രൂഷയിൽ കുഴഞ്ഞ് ആമേൻ പ്രൈസ് ദി ലോർഡ് ആയുസ്സിന്റെ നടുവിൽ ഇല്ലാതാക്കി കളയുമെന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ബാലിന്റെയും അശേരയുടെയും ശുദ്രത്തിന്റെയും
ശക്തികൾ ഒരുമിച്ച് അവന്റെ ജീവിതത്തിന്റെ വഴിയിൽ അവനെ കുഴയ്ക്കുമ്പോൾ ചൂരച്ചെടിയുടെ തണലില് കുഴഞ്ഞു കിടന്നുറങ്ങുന്ന ഭാരപ്പെട്ട് കിടന്നുറങ്ങുന്ന ഏലിയാവിന്റെ അരികിലേക്ക് സ്വർഗത്തിലെ ദൈവം എന്താ ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, നമുക്കറിയാം അവിടെ ആ ഭാഗം വായിക്കുമ്പോൾ ബാലിന് മടങ്ങാത്ത വേറെ ഒരു എത്ര ഉണ്ട്? 7000 പേര് ഇസ്രായേലിലുണ്ട്. ഒരു ശേഷിപ്പ് അവിടെ ഉണ്ട്. ദൈവത്തെ സേവിക്കുന്ന എത്ര ഉണ്ട്? 7000 വേറെ ഉണ്ട്. ഇവരിൽ ഒരുത്തനെ വിളിച്ച് ഒരു ദൂത് കൊടുത്ത് അങ്ങോട്ട് വിട്ടാ പോരായിരുന്നു. പക്ഷെ അങ്ങനെ ഒരുവനെ കർത്താവ് എന്ത് ചെയ്തില്ല? തെരഞ്ഞെടുക്കാതെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ എന്ത് ചെയ്തു? അവിടെ കഴിച്ചു. ഞാൻ പറയട്ടെ, നിന്റെ മേലുള്ള വിഷയത്തിന്റെ കട്ടി എത്ര ഉണ്ടെന്ന് സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അതിനാരെയാണ് അയക്കേണ്ടതെന്നും ദൈവത്തിനറിയാം. പ്രവാചക ശബ്ദമല്ല അവിടെ വേണ്ടിയത്. ദൂതൻ ഇറങ്ങിച്ചെന്ന് ശുശ്രൂഷിക്കുന്ന ഒരു മണ്ഡലം, ദൂതൻ ഇറങ്ങിച്ചെന്ന് വെട്ടുന്ന ഒരു മണ്ഡലം ആവശ്യമാണെന്ന് അറിയാവുന്ന ദൈവം ഒരു വ്യക്തിയല്ല അവിടേക്ക് അയച്ചത്. സ്വർഗത്തിൽ നിന്ന് ദൂതനെ അയച്ച് സ്വർഗത്തിൽ ദൂതനെ അയച്ച് അവന്റെ മേൽ വീട് കിടക്കുന്ന ഇസബേലിന്റെ കെട്ടുകള് കെട്ട് അഴിക്കേണ്ടതിന് ദൂതൻ ഇറങ്ങി വന്നെങ്കിൽ വഴിയിൽ കുഴയ്ക്കുവാൻ വെല്ലുവിളിക്കുന്ന പൈശാചിക മേഖലകള് വെറുതെ അല്ല അയച്ചത്. ഇങ്ങോട്ട് പോകാൻ ഒരുങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു വേണം ഒരു തുരുത്തി വെള്ളം കൊണ്ട് എന്ത് ചെയ്തോ? കരൽ വെച്ചുട്ടായാൽ അടയുടെ കൊണ്ടുപോയി ആർക്ക് കൊടുക്ക? ഏലിയാവിന് കൊടുക്ക. ഇത് രണ്ടുമായിട്ടാണ് ആരിറങ്ങി വന്നത്? ദൂതൻ ഇറങ്ങി ഏലിയാവിന്റെ അരികെ വന്ന് നോക്കിയപ്പോൾ ആള് അല്ലാതെ ക്ഷീണിച്ച് ഭാരപ്പെട്ട് എന്ത് ചെയ്യുക? കിടന്ന് ഉറങ്ങുക. പ്രൈസലോ. ഉറക്കം എന്ന് പറയുന്ന കാട്ടി നല്ലത് ഒരു അബോധാവസ്ഥയിൽ, ഒരു മയക്കത്തിലും അല്ലാതെ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യുക? കിടക്കുകയാ. സ്തോത്ര. ദൂതൻ വന്ന് എന്ത് ചെയ്തു? സ്തോത്ര. ദൂതൻ വന്ന് ഒന്ന് എന്ത് ചെയ്തു? ആ തട്ടിനകത്തൊക്കെ ഒരു വലിയ ആഴമുണ്ട്. പ്രൈസലോ. ഞാൻ വിചാരിക്കുന്നു ഒരു തട്ട് കിട്ടിയപ്പോഴേ ബാലിന്റെ കെട്ടും അശേരയുടെ കെട്ടും പൊട്ടി. പ്രൈസലോ. ബാലിന്റെ കെട്ടും അശേരയുടെ കെട്ടും എന്ത് ചെയ്തു? പൊട്ടി. കാരണം തട്ടിയത് മറ്റാരുമല്ല, സ്വർഗത്തിലെ ദൂതനാ. പ്രൈസലോ, പ്രൈസലോ, പ്രൈസലോ. ഒറ്റ രാത്രി ഇറങ്ങി നിന്ന് അശേര പാളയത്തില് 1,85,000 പേരെ സംഗ്രഹിക്കുവാൻ ശക്തിയുള്ള ദൂതനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ ഒരു തട്ട് കൊടുത്തപ്പോഴേ, ഒരു ശുശ്രൂഷ ദൂതൻ ചെയ്തപ്പോഴേ സ്വത്രം ബാലിന്റെയും അശേരയുടെയും ശക്തി പൊട്ടിമാറി. ഏലിയാവ് എഴുന്നേറ്റു. സ്വത്രം. അപ്പം കൊടുത്തു. അപ്പം എന്ത് ചെയ്തു? ഭക്ഷിച്ചു. വെള്ളം കൊടുത്തു, കുടിച്ചു. പക്ഷെ വീണ്ടും എന്ത് ചെയ്തു? വീണ്ടും കടന്നു. അപ്പൊ എവിടെ കൂടി ഇച്ചിരൂടൊക്കെ സ്വത്രം. ദൂതൻ പോയില്ല. ദൂതൻ പിന്നെ എന്ത് ചെയ്തു? അടുത്തൊന്നൂടെ തട്ടി. പ്രൈസലോ. ഞാൻ വിചാരിക്കുന്നു ആ തട്ടോടുകൂടി ക്ഷുദ്രപ്രയോഗത്തിന്റെ കെട്ടും കൂടെ എന്ത് ചെയ്തു? തട്ട് കെട്ടി വീണ്ടും എന്ത് ചെയ്തു? എഴുന്നേറ്റു. തട്ട് കെട്ടി വീണ്ടും എഴുന്നേറ്റു. പ്രൈസലോ. വീണ്ടും അപ്പം തിന്നു, വീണ്ടും വെള്ളം കുടിച്ചു.
ബന്ധനമഴിഞ്ഞു, എഴുന്നേറ്റു, അരമുറുക്കി, കുഴയ്ക്കുവാൻ കൊണ്ടുവന്ന, വഴിയിൽ തളർത്തുവാൻ കൊണ്ടുവന്ന അന്ധകാര ശക്തിയുടെ മുൻപില് ഏലിയാവുടെ ബലം ധരിക്കും. ഓ, സ്വർഗത്തിൽ നിന്ന് കൊടുക്കുന്ന അപ്പം, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം ഏലിയാവ് കുടിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും മുൻപോട്ടൊരു ദൂരയാത്രയ്ക്ക്, വീണ്ടും ശുശ്രൂഷയുമായി ഓടുക, വീണ്ടും ദൈവപ്രവർത്തിക്ക് വേണ്ടി ഓടുക, വഴിയിൽ കുഴയ്ക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ ജയിച്ചുകൊണ്ട് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന, പ്രവാചകന്മാരെ ഒരുക്കി രംഗത്ത് കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വിശ്വസിക്കണം. 30-ാം തീയതി കൊണ്ട് കെട്ടിക്കൊന്ന് പിശാച് ഒരു വശത്ത് പറയുന്നേക്ക് ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റാൻ പോകുക. 24 മണിക്കൂർ അന്ന് ഇസബേൽ പറഞ്ഞ സ്ഥാനത്ത് വീണ്ടും നാളുകൾ നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഏലിയാവ് ഉപയോഗിക്കപ്പെട്ടതുപോലെ സാത്താൻ വെച്ച പരിധികൾ മുഴുവൻ പൊളിഞ്ഞു പോലെ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ നാമത്തില് ദൈവശക്തി ആവരിക്കപ്പെടട്ടെ. ചില മണ്ഡലങ്ങളിൽ ചില ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. വീണ്ടും വഴിയിൽ കുഴയാതെ ഓടുക, തുരുത്തിലെ വെള്ളം കുടിച്ച് ഏലിയാവ, വഴി ക്ഷീണിക്കാതെ ഓടുക, വാഗ്ദത്തങ്ങളിലേക്ക് കയറിയിടുവാന് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈശോന്റെ വ്യാപാരങ്ങള്, ആരിന്റെ വ്യാപാരങ്ങള് യേശുവിന്റെ നാമത്തിൽ പൊട്ടി മാറി കുടുംബങ്ങളിൽ ദൈവശക്തി വെളിപ്പെടട്ടെ. ചില മണ്ഡലങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവാത്മാവ് ചില മണ്ഡലങ്ങളിൽ ദൈവം പ്രവൃത്തിയായി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. നിനക്ക് വേണ്ടി കാര്യം നടത്തേണ്ടതിന്, നീ മുട്ടുന്ന വഴികൾ തുറക്കേണ്ടതിന്, വാതിലുകൾ തുറന്നു വരേണ്ടതിന് ദൈവത്തിന്റെ കാര്യം ഈ ദിവസങ്ങളിൽ മണ്ഡലങ്ങളില്, ഹൃദയങ്ങളില് പോസിറ്റീവായ ഒരു തീരുമാനമെടുക്കുവാൻ, അനുകൂലമായ ഒരു തീരുമാനമെടുക്കുവാൻ വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. ജീവിതത്തിന്റെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളുടെ വഴിത്തലയ്ക്ക് കുഴച്ചു കളയുവാൻ പിശാചിന്റെ വ്യാപാരങ്ങളുടെ മേല് വചനത്തിന്റെ ശക്തിയുടെ വ്യാപാരത്താൽ കുഴച്ചിലുകളെ മാറ്റിക്കൊണ്ട് ദൈവവാഗ്ദത്തിലേക്ക് തലമുറകളെ നടത്താൻ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ രാജ്യത്ത് നിലനിന്ന് ബലം കായ്ക്കേണ്ടെന്ന് ദൈവത്തിന്റെ വഴിയെ കുഴച്ചു കളയുക. വിഷയങ്ങളും ഭാരങ്ങളും കൊണ്ടിട്ട് നാമെ പിശാചിടുന്ന പരിവസാനം ഇടാൻ നോക്കുന്ന അന്ധകാര ശക്തിയുടെ മുമ്പില് യേശുവിന്റെ നാമത്തില് ഒരു വഴിയുടെ ചാല് വെട്ടിയൊതുക്കപ്പെട്ട യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വഴിയിൽ കുഴയ്ക്കുന്ന വ്യാപാരികളുടെ നടുവിൽ ബലപ്പെടുത്തുന്ന ജീവന്റെ അപ്പം, വഴിയിൽ ബലപ്പെടുത്തുന്ന ജീവന്റെ അപ്പം യേശു
പുരുഷാരത്തിന് വാഴ്ത്തി നുറുക്കി അപ്പം നൽകി കഴിഞ്ഞപ്പോ അത് ഭക്ഷിച്ചവർ തങ്ങളുടെ യാത്രയിൽ കുഴയാതെ വീടുകളിൽ എത്തിയതുപോലെ യാവെ ഓട്ടമോടി തികയ്ക്കുവോളം പരാജയപ്പെടുത്തുവാനും കുഴയ്ക്കുവാനും യാവരിക്കുന്ന സകല വെല്ലുവിളികളെ ജയിക്കുന്ന ജീവന്റെ അപ്പമായവൻ ഇന്ന് രാത്രികാലം നമ്മുടെ നടുവിലുണ്ട്. യേശുവിന്റെ അധികാരമുള്ള വിശ്വസിച്ച് നാമം പറഞ്ഞോ, വിശ്വസിച്ച് ആരാധിച്ചോ, അവന്റെ ശക്തി ഒന്ന് വെളിപ്പെടട്ടെ. അവനെ ഒന്ന് ക്രിയ ചെയ്യട്ടെ. ഒരു മേഖലയുടെ തൊട്ട് നാം ഇന്ന് ആരാധിക്കാൻ പോകും. ലൂക്കോസ് 24-ന്റെ 30-31 വാക്യങ്ങൾ. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് യേശു അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണുകൾ അവരുടെ കണ്ണു തുറന്നു. ഈ അപ്പം കണ്ണു തുറക്കുന്ന അപ്പം, കണ്ണു തുറപ്പിക്കുന്ന അപ്പമാണ്. വിശാൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് പരാജയം കാണണം, നമ്മുടെ കണ്ണുകൊണ്ട് തിന്മ കാണണം, ശൂന്യത കാണണം എന്നാഗ്രഹിക്കുമ്പോൾ ജീവന്റെ അപ്പമായവൻ കണ്ണു തുറന്നാൽ കാണുന്നത് വിടുതലും അനുഗ്രഹവുമാണ്. ഇത് കണ്ണു തുറപ്പിക്കുന്ന അപ്പമാണ്. പരാജയം കാണിക്കുവാൻ വെമ്പുന്ന അന്ധകാര ശക്തിക്ക് മുമ്പിൽ പരാജയത്തെ കാണിക്കാനല്ല കണ്ണു തുറക്കുന്നത്, വിജയത്തെ കാണിക്കേണ്ടത്, വിജയത്തെ കാണിക്കേണ്ടത്. കണ്ണു തുറക്കുന്ന ജീവന്റെ അപ്പം. ഒരിക്കൽ എലീശ പാർക്കുന്ന വീടിന് ചുറ്റും ആരാം സൈന്യം വളഞ്ഞു. രാവിലെ ബാല്യക്കാരൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ മല മുഴുവൻ ആര് വളഞ്ഞു നിൽക്കുന്നു? ആരാം സൈന്യം വളഞ്ഞു നിൽക്കുന്നു. പേടിച്ചു ചാടി അകത്ത് കയറി. ഗുരു ആകെ പ്രശ്നമായി. എനിക്കറിയാം ഇപ്പോൾ നമ്മൾ അറസ്റ്റിൽ ആകും എന്ന് പറഞ്ഞ് അവൻ വേദനപ്പെടുമ്പോ ഇതൊന്നും കേട്ടിട്ട് പ്രാർത്ഥിക്കുന്ന എലീശ എന്ത് ചെയ്തില്ല? ചഞ്ചലിച്ചു പോയില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്നോ ചെയ്തു, എന്നോ ചെയ്തു? ഇവനും കൂടെ ഒന്ന് കാണത്തക്ക നിലയിൽ ഇവന്റെ കണ്ണ് ഒന്ന് തുറക്കണമേ എന്ന് എലീശ ബാല്യക്കാരന് വേണ്ടി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ കണ്ണു തുറന്നു. കണ്ണു തുറന്നവൻ ഇപ്പോൾ ശത്രുവിനല്ല കാണുന്നത്. എന്താ കാണുന്നത്? രക്ഷിക്കാൻ ഇറങ്ങിയ ദൂത അഗ്നിമയമായ രഥങ്ങളും കുതിരകളും മല മുഴുവൻ അവർക്ക് ചുറ്റും ഒരു സർക്കിൾ തീർന്നു നിൽക്കുന്നത്. പറഞ്ഞു, അയ്യോ എനിക്ക് മരണം കാണണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ കൊച്ചനെ ഒരു തണലിൽ കിടത്തിയിട്ട് ദൂരെ മാറി ഇരുന്ന് എന്ത് ചെയ്യുക? കരയുക. എന്നാൽ അവിടെ ദൂതൻ ഇറങ്ങി ചോദിക്കാണ്, ഹഗാരേ നിനക്ക് എന്ത്? ബാലന്റെ നിലവിളി
സ്വർഗത്തിൽ ദൈവത്തിന്റെ അരികിൽ എത്തിയിരിക്കുന്നു. എഴുന്നേറ്റ് എന്ന് ബാലനെ കൈത്താങ്ങി എഴുന്നേൽപ്പിക്കാൻ നിലവിളിയുടെ മറുപടി ഞാൻ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് കാണാൻ നിന്റെ കണ്ണ് തുറക്കപ്പെട്ടിരിക്കുകയാണ്. കണ്ണു തുറന്നില്ലെങ്കിൽ മരുഭൂമിയിൽ തീരുമെന്ന്, മരണം കാണുമെന്ന് ചിന്തിക്കുന്നു. കണ്ണു തുറന്നവളോ മരുഭൂമിയിൽ തന്റെ വാഗ്ദത്തം പ്രബലനാകുന്നത് കണ്ടു. മരുഭൂമിയിൽ അവനൊരു വില്ലാളിയാകുന്നത് ആര് കണ്ടു? കണ്ണു തുറന്നതിന്റെ വാഗ്ദത്തം വില്ലാളിയാകുന്നത്, പ്രബലനാകുന്നത് കാണാൻ പോകുകയാണ്. വഴിയിൽ കുഴച്ചു പരാജയപ്പെടുത്തും സകല മേഖലകളിലും ഇത് വിജയം. നന്മകൾ കണ്ണു തുറന്ന് കാണുക, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടികൾ കണ്ണു തുറന്ന് കാണുക, വാഗ്ദത്തങ്ങൾ മരുഭൂമിയിൽ വളർന്നത് കാണുക, ഒരുക്കുന്ന അപ്പമാണ് ആ വചനം ഇന്ന് പകൽക്കാലം. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ആഴ്ചയിൽ രണ്ടാമത്തെ ദിവസം കുടുംബങ്ങൾക്ക് വിടുതലായി വ്യാപരിക്കും. പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ വിടുതലായി വ്യാപരിക്കും. ഓ, അത് വിശ്വാസത്താൽ വിശ്വാസം പ്രാപിക്കാം. നമുക്ക് എഴുന്നേൽക്കാം എല്ലാവരും. യേശുവിന്റെ അധികാരമുള്ള നാമം കൽപ്പിക്കുള്ളൂ, കണ്ടുകൊണ്ട് കാണിക്കുള്ളൂ എന്ന് വാദിക്കുന്നു. മണ്ഡലങ്ങളിൽ നിന്ന് വിജയം കാണേണ്ടത്, പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മറുപടി കാണേണ്ടത്, വാഗ്ദത്തം വളരുന്നത് കാണുക, കണ്ണു തുറപ്പിക്കുന്ന ജീവന്റെ വചനമായ ശക്തിയോടെ വ്യാപരിക്കുന്നു. അതിന്റെ എന്റെ വിഷയത്തിന് വേണ്ടി ചലിക്കുന്നു, എന്റെ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ചലിക്കുന്നു. ദൈവത്തെ സ്തുതിച്ചാണ്, ദൈവത്തെ സ്തുതിക്കുന്നു. വചനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ജീവന്റെ അപ്പമായവൻ അതിന്റെ വ്യാപാരങ്ങളെ പുതിയത് കാണുക, പുതിയ നന്മ കാണുക, പുതിയ അനുഗ്രഹം കാണുക, പുതിയ വിശാലത കാണുക, പുതിയ നന്മകൾ കാണുക, പുതിയ വഴികളെ കാണുക. ഇടയാകത്തക്ക ചില മണ്ഡലങ്ങളിൽ ദൈവാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഓ ഹല്ലേലൂയ. നന്മയുടെ ന്യൂസുകൾ അനുഗ്രഹത്തിന്റെ ന്യൂസുകൾ നിങ്ങളുടെ മൊബൈലിൽ വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള ദൈവത്തിന്റെ കരം ചലിക്കപ്പെടട്ടെ, ദൈവത്തിന്റെ കരം ചലിക്കപ്പെടട്ടെ, ദൈവത്തിന്റെ കരം ചലിക്കപ്പെടട്ടെ, ദൈവം വ്യാപരിക്കപ്പെടട്ടെ. പ്രാപിക്കും രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ